അഞ്ചൻ അനി തങ്ങളെ കൊണ്ട് പറഞ്ഞയച്ചു. മുമ്പിൽ പറഞ്ഞു എനിക്കാണ്ട് വരാൻ കഴിയില്ല, കാലിന് വേദനയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ വരുമ്പോൾ എന്നെ വിളിപ്പിച്ചു. ഞാൻ ആ വണ്ടിയിലിൻ്റെ പുറത്തുനിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പോലെ ഉള്ളിൽ കയറണം പറഞ്ഞു. ഞാൻ ഉള്ളിൽ കയറിയിരുന്നു. എൻ്റെ കാലിന് വേദന ഉണ്ട്, ഇവിടെ നിന്ന് കറങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് കാലിലൊന്ന് ഇങ്ങനെ കറങ്ങി കൊടുത്തു. അങ്ങനെ എന്നോട് പറഞ്ഞു നിങ്ങൾ പോയി കൊടുക്കുന്നു. അപ്പോൾ ഇഫ്തിഖാർ ഖാസാനുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു നിങ്ങൾ രാവിലെ വീട്ടിൽ വരണം, നിർബന്ധമായി വരണം. വന്നു അവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു രാജകീയമായ ഒരു സ്വീകരണം എനിക്ക് നൽകി. രാവിലെ നാസ്താക്കാൻ വരണം എന്ന് പറഞ്ഞു. നല്ലൊരു നാസ്തി തന്നു. അപ്പോൾ ഞാൻ തങ്ങളോട് പറഞ്ഞു അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുന്നുണ്ട്, അതൊക്കെ ഇതിൻ്റെ സംഭവമായിക്കോളും, നിങ്ങൾ തുടങ്ങി. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ മുപ്പതിങ്ങനെ സദസ്സുകളിലൊക്കെ വന്നാൽ തന്നെ നമ്മളറിയില്ല, എവിടെയെങ്കിലൊക്കെ വന്നെന്ന് പോരാ. അവരുടെ സാന്നിധ്യം അറിയിപ്പോൾ ഇന്നിവിടെ വന്നു, ഇത് കണ്ട് സന്തോഷിച്ചു, ഭയങ്കര സന്തോഷം രേഖപ്പെടുത്തി. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നമ്മുടെ കുഞ്ഞിൽ സമ്മേളനത്തിന് നിങ്ങൾ വരണം, സ്റ്റേജിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാവില്ല എന്ന് എനിക്കറിയില്ല, ഒപ്പരങ്ങനെ വരില്ല എന്നുള്ളത്. ഏതായാലും അന്ന് ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിൽ സമ്മേളനത്തിൽ ഞാൻ. അപ്പോൾ ബഹുമാനപ്പെട്ട അവരണിയിച്ചതാണ് ഈ ഷർട്ട്, ഈ തലീകെട്ടും. അവരഞ്ചൻ അനി തങ്ങളും ഒരു തലീകെട്ട് എനിക്ക് അണിയിച്ചിരുന്നത്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞത് പ്രത്യേകിച്ച് മറ്റേ തലീകെട്ട് വെച്ച് പ്രസംഗിച്ചാൽ പോയത്. അത് ഞാൻ പറഞ്ഞത് പറ്റില്ല, പ്രസംഗം കഴിയുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ തലയിൽ വെച്ച് മൂപ്പരഞ്ചിനെ കൊണ്ട് വെപ്പിച്ച ഈ തലീകെട്ടും അവർ ധരിപ്പിച്ച കുപ്പായൊക്കെ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവട്ടെ.